ഹലോ ഫ്രണ്ട്സ്, മഴക്കാലത്ത് ഇത്രയും പൂക്കളോ? മാളസ് ഗാർഡനിൽ എന്ത് പറയാം, മാളസ് ഗാർഡന് മാത്രം സ്പെഷ്യലാണ് മഴക്കാലത്ത് ഇത്രയും പൂക്കൾ ഇല്ലേ? അത് പറയാൻ വരട്ടെ, ഇത് വേനൽക്കാലത്ത് എടുത്തു വച്ചിരുന്ന വീഡിയോ ആണ്. ഇന്നത്തെ ഹൈലൈറ്റ് ഇതൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഇന്നിടാൻ പോകുന്നത്. ഹൊറർ സ്റ്റോറി അല്ല കേട്ടോ, അത് അടുത്തതായിട്ട് വരാൻ പോകുന്നതുള്ളൂ. ഈ വീഡിയോയുടെ തൊട്ടടുത്ത താഴെയായിട്ട് ഹൊറർ സ്റ്റോറി ഇടുന്നതാണ്. അപ്പോൾ രാവിലെ എൻ്റെ റൊട്ടീൻ എന്ന് പറയുന്നത്, ഞാൻ ബാൽക്കണി തൂത്തിട്ടാണ് ചെടിക്ക് എപ്പോഴും വെള്ളം ഒഴിക്കാറ്. പിന്നെ കുറച്ച് പേരൊക്കെ ഈ സൈഡിലും ആ സൈഡിലൊക്കെ ഷിഫ്റ്റിങ്, അത് എല്ലാ ദിവസവും കാണും. ചിലപ്പോൾ അത് അവിടെ ഇരിക്കുന്നത് ഇഷ്ടപ്പെടില്ല, ഇവിടെ ഇരിക്കുന്നത് ഇഷ്ടമാവും. അങ്ങനെ എനിക്ക് മാറ്റൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ബാൽക്കണിയിൽ ഞാൻ ആത്തിച്ചക്ക പഴുത്ത് കിടക്കുന്നത് കണ്ടു. പൂവെടുത്തപ്പോഴാണ് പണി കിട്ടിയെന്ന് മനസ്സിലായത്. അത് ഫുള്ള് കഴിച്ച് തിന്ന് വെച്ചേക്കായിരുന്നു. റംബൂട്ടാൻ വിളഞ്ഞ് പഴുത്ത് നിൽക്കുന്നത് കാരണം പേരയ്ക്കയും ആത്തച്ചക്കയൊന്നും ആർക്കും വീട്ടിൽ വേണ്ട. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പേരയ്ക്കയാണെങ്കിൽ ഭയങ്കര ശല്യം, ഫുള്ളായിട്ട് പരിസരം ഫുള്ളും ഉണ്ട്. ഇത് കണ്ടോ, ഫുള്ള് കടിച്ച് തിന്നേക്കുക, ഒട്ടും കൊള്ളില്ല. ഓക്കെ, ഈ സൈഡ് ഫുള്ളായിട്ട് എന്തോ കഴിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടില്ലായിരുന്നു പഴുത്തത്, ചീഞ്ഞും പോയി. അപ്പോൾ എന്തെങ്കിലും ഇവനെ എങ്ങ് താഴേക്ക് എറിയാം. ഡിഷ്കും താഴേക്ക് എറിയുന്നൊക്കെ സ്ലോ മോഷനിലിടാന്ന് എഴുതി. അടുത്തത് ഈ കാണുന്നതൊക്കെ കണ്ടോ, യുജേനിയ, ക്രോട്ടൺ, ഇവർക്കൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല. മഴ കാണും അല്ലെങ്കിൽ മഴ കിട്ടും എന്ന് കരുതിയിട്ട് ഞാൻ വെള്ളം ഒഴിക്കാതെ വെയിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്നലെ മഴ ചതിച്ചു. ഇത് താഴെ ഇടുന്ന ഒരു ഹെലിക്കോർണിയ പ്ലാന്റ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു വട്ട സ്വഭാവമുണ്ട്. ചില സമയം ഇവിടെ ഇരിക്കുന്നത് അവിടെ പെർഫെക്റ്റ് ഇല്ലാന്ന് തോന്നുമ്പോൾ പൊക്കിക്കൊണ്ട് അപ്പുറത്തേക്ക് പോകും. അപ്പോൾ ഞാൻ അടുത്ത കാണിക്കാൻ പോണത് ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ സീക്രട്ട് വളം. ഓർക്കിഡിന് ഞാൻ ഇടാൻ വേണ്ടി വാങ്ങിയ ഡാപ്പ്. ഇതെന്ന് പറയുന്നത് ഓൾ പർപ്പസ് ആണ്. ഇതിൽ ഫ്ലവറിങ്ങിനും ഇല വരാനും റൂട്ട് വരാനും ഒക്കെ സഹായിക്കും. നല്ല അടിപൊളിയാണ്. അപ്പം ഞാൻ ഇത് വളർത്തി ഇട്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ ചുടുകട്ടയും ഓട് കഷ്ണവും, എനിക്കിവിടെ ചുടുകട്ടയില്ല, അതുകൊണ്ട് ഞാൻ ഓട് കഷ്ണവും ചകിരി, തൊണ്ട് ഇതെല്ലാം കൂടെ ഒരു സ്പൂൺ DAP ബക്കറ്റിലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം മുക്കി വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് എടുത്തിട്ടാണ് ഈ ഓർക്കിഡുകൾ നട്ട് വെച്ചത്. ഇത് ബോൺസായി ആക്കാൻ വേണ്ടി വെച്ചിരുന്ന ആളാണ്. വർഷങ്ങളായിട്ട് ഈ ഒരു പോട്ടിൽ തന്നെയാണ്. ന്യൂട്രിയൻസിൻ്റെ കുറവ് കൊണ്ടായിരിക്കണം, ഇലയൊന്നുമില്ല. അപ്പോൾ ഇവർക്കും കുറച്ച് DAP ഇട്ട് കൊടുക്കാൻ കരുതി. ഞാൻ എല്ലാ പ്ലാന്റ്സിനും ഇടാറില്ല, ബൊഗെയിൻവില്ലകൾക്കൊന്നും ഒട്ടും ഇടാറില്ല. കാരണം വെച്ചാൽ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. DAP ഇട്ടിട്ട് നശിച്ചു പോയ ചെടികളുണ്ട്. അതുകൊണ്ട് ബൊഗെയിൻവില്ലകൾക്ക് കമ്പോസ്റ്റ്, ചാണകപ്പൊടി, പച്ചക്കറി വേസ്റ്റ് ഇത് മാത്രമേ കൊടുക്കുള്ളൂ. റോസയ്ക്കും അതുപോലെ. ഓർക്കിഡ് പിന്നെ എനിക്ക് ഇതുവരെ സക്സസ് കിട്ടാത്ത ഒരാളായതുകൊണ്ട് ഇവർക്ക് വേണ്ടി വാങ്ങിയ ഒരു സംഭവമാണ് ഈ DAP. ഇതാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട്, ഞാൻ ഒന്നും സ്പ്രേ ഒന്നും അല്ല ചെയ്യണത്. എന്നെപ്പോലെ മടിച്ചികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ കാണിക്കുന്നത്. സ്പ്രേ ചെയ്യാനും ബോട്ടിലാക്കാനും പിന്നെ അതിന് കൈയൊക്കെ സോഫ്റ്റ് കഴുകി ഇത്തിരി മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ സ്പൂൺ എടുത്ത് വെച്ച് എല്ലാവർക്കും കുറച്ച് വീതം ഇട്ടു പോവുകയാണ്. എന്നെപ്പോലെ മടിച്ചികൾക്കായിട്ടുള്ള ടിപ്പാണ് കേട്ടോ. ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ബോട്ടിലാക്കി സ്പ്രേ ഒക്കെ ചെയ്ത് സെറ്റപ്പ് ചെയ്യാം. ഞാൻ ചെയ്ത രീതി ഇതാണ്. ഈ ഓടൊക്കെ നേരത്തെ കൂട്ടി ഞാൻ DAPയിൽ മുക്കി വെച്ചിട്ടാണ് ഇത് നട്ട വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ DAP ഇട്ടിട്ട് നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ ഫ്ലവർ വിരിയുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ലേറ്റ് ആയത് കേട്ടോ. എല്ലാവർക്കും നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കും. കാരണം DAP ഇട്ടതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം അതിനാവശ്യമാണ്. ഏതാണ്ട് എല്ലാവർക്കും വെള്ളമൊക്കെ ഒഴിച്ച് എൻ്റെ പണി ഒതുക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, എന്ത് രസമല്ലേ. എനിക്ക് ആദ്യമായിട്ടാണ് ഓർക്കിഡ് ഇങ്ങനെ വിരിയണത്. എനിക്ക് ഇന്നേ വരെ പുറത്തുനിന്ന് ഓർക്കിഡ് വാങ്ങിയിട്ട് വിരിഞ്ഞിട്ടേ ഇല്ല. ഇതാ കണ്ടേ, ഈ ബെഗോണിയൊക്കെ കിടുകിടുവായിട്ടാണ് വിരിയണത്. പിന്നെ ഇവർക്കൊന്നും പ്രത്യേകിച്ച് DAP ഒന്നും വേണ്ട, അടിപൊളിയായിട്ട് വിരിഞ്ഞോളും. ഇത് കണ്ടോ, ചെറിയൊരു സെറ്റപ്പ് ചെയ്തതാണ് ബാൽക്കണിയിൽ. ഇനിയും കുറേ ആൾക്കാർ കുത്തി നിറച്ച് വെക്കാനുണ്ട്. ഈ ആളെ കേട്ടോ, ഇതാണ് ഹാങ്ങിങ് പെറ്റൂണിയ. ഇത് നമുക്ക് നമ്മുടെ നോർമൽ പെറ്റൂണിയ പോലെയല്ല ലീഫ് വരുന്നത്, നല്ല കട്ടിയുള്ള സ്റ്റെമ്മാണ്. ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഫ്ലവർ. നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ്, എപ്പോഴും ഫ്ലവർ കാണും. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വെച്ചിട്ടാണ് പിടിപ്പിക്കാറ്. ഇതിപ്പോൾ എനിക്ക് ബുഷിയായി തുടങ്ങിയതേ ഉള്ളൂ. ഒന്ന് വലുതായിട്ട് ഞാൻ എന്തായാലും കട്ടിങ് പിടിപ്പിച്ച് എല്ലാവർക്കും അയക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെക്സിക്കൻ പെറ്റൂണി. ഇതാണ്, ഇതിൻ്റെ സെയിം ഫ്ലവറാണ്, ഇതിൻ്റെ സെയിം രീതിയാണ്. ജീവികളുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ഞാൻ ഒരു ഞെക്ക് കൊടുത്തു, ജീവികൾ ചത്തുപോട്ടെ. ഇതാണ് പൂച്ചമീശ. താഴെ നിന്ന് മൂടില്ലാത്ത അളയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന പൂച്ചമീശ. എല്ലാവർക്കും വെള്ളം ഇപ്പോൾ ഒഴിച്ചതേ ഉള്ളൂ, അതിൻ്റെ ഒരു ക്ഷീണമാണ് എല്ലാവരും ഈ ഉറക്കം. എന്തായാലും ഓർക്കിഡിൻ്റെ ചെറിയ ടിപ്സ് ഇതാണ്. എനിക്കറിയാവുന്ന ഒരു രീതിയാണ് കേട്ടോ, പരീക്ഷിച്ച്
സക്സസ് ആയി എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഓൾ പർപ്പസ് ആയിട്ടുള്ള DAP യൂസ് ചെയ്താൽ മതി. ഓർക്കിഡിൽ ഫ്ലവറും വരും, നല്ല ഗ്രോത്തും വരും. ഞാൻ ഒരിക്കലും ഈ നിക്കോഡിയ, ബൊഗൈൻവില്ല, റോസ് പ്ലാന്റിൻ്റെ ഒന്നും ഉപയോഗിക്കില്ല. എൻ്റെ അനുഭവം വെച്ചിട്ട് DAP ഉപയോഗിച്ചിട്ട് കുറച്ച് നാൾ നല്ല രീതിയിൽ ഫ്ലവർ തന്നു, പിന്നെ അതിൻ്റെ ആരോഗ്യമൊക്കെ ശോഷിച്ച് ചത്തു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്കൊന്നും ഉപയോഗിക്കില്ല. ഇതൊക്കെ ചാണകപ്പൊടിയിൽ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളാണ്. ചാണകപ്പൊടിയും കഴിച്ചും കൊണ്ട് വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളാണ്. ഇത് വാഗമണിയിൽ നിന്ന് കൊണ്ടുവന്ന സുന്ദരി. നമ്മുടെ ക്ലൈമറ്റിൽ പിടിക്കില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ കിഡുവായിട്ട് പിടിച്ചു. തന്നെ ഇലയ്ക്കൊക്കെ ഒരു ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. നിറയെ പൂവും തന്നു. ഒരുപാട് സന്തോഷം ഈ ഒരു കുട്ടിയും കൂടെ എനിക്ക് കിട്ടിയതിൽ. കട്ടിങ് പിടിക്കില്ല കേട്ടോ, വിത്ത് മാത്രമാണ്. വിത്ത് ഇതുവരെയും പാകമായിട്ടില്ല. ഇന്നും നല്ല കാറ്റുള്ള ദിവസമാണ്. ഇന്നും വെയിൽ അങ്ങ് പോവും വരും, മഴ പെയ്യും, ഈ ഒരു രീതിയിൽ തന്നെ നിൽപ്പുണ്ട്. ഞാൻ കാണിക്കാൻ വന്നത് മുകളിൽ വരാൻ കാരണം തന്നെ ഈ ഡബിൾ ചാന്തിനെ കാണിക്കാനാണ് കേട്ടോ. 365 ദിവസം ഫ്ലവർ തരും. ഞാൻ മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മയാണ് പറഞ്ഞത് എന്തോ ഭയങ്കരമായിട്ട് മണം വരുന്നല്ലോ എന്ന്. സംഭവം ഇത്രയും കാലം എൻ്റെ കയ്യിൽ ഈ ചെടി ഉണ്ടായിരുന്നിട്ടും ഞാൻ ഇതുവരെ മണത്ത് നോക്കിയിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ മനസ്സിലായത്, അയ്യോ എന്തൊരു മണമായതിന്. നമ്മുടെ മുല്ലപ്പൂ തോറ്റു പോകും, അത്ര മണമായിരുന്നു. ഭയങ്കര രസം. ആ ഒരു ഏരിയ ഫുള്ള് മണമായിരുന്നു. ഇത് യെല്ലോ ജാസ്മിൻ്റെ തണ്ടാണ്. മഞ്ഞ കളറ് മുല്ലപ്പൂക്കളാണ്. മണമില്ല. ഇതിൻ്റെ ഈ ഒരു കട്ടിയുള്ള തണ്ടുകൾ വെച്ച് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. ഇത് താഴേക്ക് നീണ്ടു വന്നിട്ട് 2 കൊമ്പ് വന്നതുപോലെ ഇരിപ്പുണ്ട്. 2 കൊമ്പിയായി. അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ നിത്യകല്യാണി. അതിൻ്റെ വെള്ള മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. മറ്റേതൊക്കെ കുഞ്ഞു കുഞ്ഞു തൈകൾ വാങ്ങി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ വെള്ളയുടെ വിത്തോ അല്ലെങ്കിൽ കട്ടിങ്ങോ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്ക് കട്ടിങ് കൊടുക്കാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ മാക്സിമം ഞാൻ നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതാണ്. കട്ടിങ് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അയച്ചു തരും. അപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെയും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.